iPhone 14 ഒക്കെ ഇറങ്ങിയ വിവരം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യൂറോപ്യൻ ചിപ്പ് മാനുഫാക്ചറിംഗ് മെഷീനിൽ നിന്ന് തുടങ്ങി തൈവാനീസ് ആയിട്ടുള്ള ഒരുപാട് ക്രിട്ടിക്കൽ കോമ്പോണൻസ് ഒക്കെ കൂടെ ഒരുമിച്ച് വെച്ച് ചൈനയിൽ ഇത് വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ചൈനയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഓരോ ആപ്പിൾ ഐഫോണും ഉണ്ടായി വരുന്നത്. ആദ്യ കാലഘട്ടം തുടങ്ങിയിട്ട് ആപ്പിളിൻ്റെ അസംബ്ലിയും കാര്യങ്ങളും, അതായത് ഐഫോൺ മാനുഫാക്ചർ ചെയ്തിരുന്നത് ചൈന തന്നെയാണ്. എന്നാൽ റീസെൻ്റ്ലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ വേറെ നാടുകളൊക്കെ നോക്കുകയാണ്. അവിടെയാണ് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഒരു നറുക്ക് വീണിരിക്കുന്നത്. എന്താണ് ശരിക്കും നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് റസീൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് ചൈന? വൈ ചൈന? അതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിലോട്ട് പോകണം. 2007 ഐഫോൺ ലോഞ്ച് ചെയ്യുന്നതിനും കുറച്ച് ആഴ്ചകൾ മുൻപ് സ്റ്റീവ് ജോബ്സിനൊരു ആഗ്രഹം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിന് പ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്ക്രീനൊന്നും വേണ്ട, ചില്ലിൻ്റെ സ്ക്രീൻ വേണം. അങ്ങനെ എങ്ങനെ ഇത് വളരെ പെട്ടെന്ന് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായി അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ അമേരിക്കൻ മാനുഫാക്ചേഴ്സ് ഒക്കെ പറഞ്ഞു ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലാസ്റ്റ് മിനിറ്റിൽ ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് ഒന്നും വരുത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടപടിയാകില്ല എന്നുള്ളൊരു തരത്തിൽ അദ്ദേഹത്തോട് പറയുകയാണ്. എന്നാൽ ഒരു ചൈനീസ് ഫാക്ടറി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. അവർക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആപ്പിളിനായിട്ട് കോൺട്രാക്ട് ഒപ്പിട്ടു. ഏകദേശം 8000 വർക്കേഴ്സ് 12 മണിക്കൂർ ഷിഫ്റ്റിൽ ചായയും അതേപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് ആദ്യത്തെ ആ ഒരു ലോട്ട് ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ആദ്യ സമയത്ത് തന്നെ ഏകദേശം 10000 യൂണിറ്റ്സിലധികം ഐഫോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ US ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന്, അതായത് ദിവസങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള സെറ്റപ്പ് ഒന്നും സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് ദിവസം കൊടുത്താനെ, അതേപോലെ തന്നെ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായേനെ. ഇതൊക്കെ ആയപ്പോൾ ആപ്പിളിന് ചൈനയോട് വല്ലാത്ത രീതിയിലുള്ളൊരു ഇഷ്ടം വരികയാണ്. ആപ്പിളിന് മാത്രമല്ല പല കമ്പനികൾക്കും ചൈനയോട് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയി മാറിയത്. റീസെന്റ്ലിയാണ് ഇന്ത്യയിൽ കുറച്ച് ഐഫോൺസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. 2017 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. iPhone SE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. 2020 ഗ്ലോബൽ ഐഫോൺ സപ്ലൈയുടെ 1.5% ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5%. ഇനി വരുന്ന വർഷം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു iPhone 14 കൂടിയിട്ട് അതൊരു 7% മുകളിലോട്ടാക്കാനാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ഈ വർഷം ആദ്യമാണ് നമ്മുടെ നാട്ടിൽ iPhone 13 ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ iPhone 14 കാര്യം വരുമ്പോൾ ചൈനയിൽ മാനുഫാക്ചറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 6 ആഴ്ചകൾക്ക് ശേഷം ഇന്ത്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങുമെന്നുള്ള രീതിയിലാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. യൂഷ്വലി ഇത്രയും ചെറിയ ഗ്യാപ്പിൽ ഇങ്ങനെയുള്ള കാര്യം നടക്കാറില്ല. ഏകദേശം ഒരു 6 മുതൽ 9 മാസമൊക്കെ എടുത്തിട്ടാണ് പ്രൊഡക്ഷൻ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നാൽ iPhone 15 കേസ് ആകുമ്പോൾ സൈമിൾട്ടേനിയസ്ലി 2 രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത്. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിലൂടെ ടെക് മാനുഫാക്ചറിങ് കമ്പനീസിനൊക്കെ നല്ല ഒരു അവസരം നമ്മുടെ നാട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും കമ്പനികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ന്യൂസ് ഒക്കെയാണ് എന്നുണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ. ചൈനയിൽ നല്ല സ്മൂത്ത് ആയിട്ട് സപ്ലൈ ചെയിനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അതിൻ്റെ പാരലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സപ്ലൈ ചെയിനൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളതും അതേപോലെ തന്നെ എന്താ പറയുക അത്ര എളുപ്പമില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആപ്പിളിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്ലയേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് എത്തിച്ച് അതിനുശേഷം അവർ പറയുന്ന ഡെഡ് ലൈനിനുള്ളിൽ ഇത്ര പേർക്ക് ഫോൺ ഉണ്ടാക്കുക, അത്രയും ക്വാളിറ്റി കൺട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോൺ ഇറക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണല്ലോ. അടുത്തത് സെക്യൂരിറ്റി കൺസേൺസ് ആണ്. പുതിയ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും മറ്റൊക്കെ ചോരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കാക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് തന്നെ ഇത് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ചോരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ 2 രാജ്യത്താകുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവർ പാക്കേജും കാര്യങ്ങളൊക്കെ തുറന്ന് പരിശോധിക്കുന്നുണ്ട്. അത് കമ്പനിയുടെ എന്താ പറയുക ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത ആപ്പിളിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇന്ത്യയിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളാണ്. അതായത് തൊഴിലാളി സമരങ്ങൾ അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ആപ്പിളിന്റെ പ്ലാന്റുകളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് പോരാ, അതേപോലെ തന്നെ സാലറി കുറവാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ടാക്കിൾ ചെയ്യാന്നുള്ളതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി സീനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തിന് നമ്മളുടെ നാട്ടിൽ ഇത് മാനുഫാക്ചർ ചെയ്യണം? അതായത് ചൈനയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എക്കണോമിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരു ബേസ് കൂടെ വേണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്ത്യ അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക.
ചൈനയും യു എസും തമ്മിലുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഹബ്ബുകളിലുള്ള ലോക്ക്ഡൗൺസും കാര്യങ്ങളൊക്കെ, ഇടയ്ക്കിടെ വരുന്ന ലോക്ക്ഡൗൺസ് ഒക്കെ മാനുഫാക്ചറിങ്ങിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചൈന വിട്ട് എന്തായാലും ആപ്പിൾ പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേറൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഫ്യൂച്ചറിൽ ഇന്ത്യയും ആപ്പിളും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്.